പറു ഞാൻ കുടി നിർത്തിട്ടോ. 30 ദിവസമായി. നന്നായി. എല്ലാ ദിവസേ കോട്ടിത്തറപ്പിന്റെ മുമ്പിൽ 40 ദിവസമായിട്ട് കുളിച്ച് തൊഴുന്നുണ്ട്. അതും വളരെ നന്നായി. വീട്ടിലോട്ട് ചെലവിനും കൊടുക്കേണ്ട, എല്ലാ ദിവസം പണിക്കും പോകുന്നുണ്ട്. ഇനിയിപ്പോ എന്താ വേണ്ടേ? കോട്ടിത്തറ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കണം. വീടൊക്കെ ഒന്ന് മൂടിയാക്കി കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കിട്ടി വീട്ടിൽ ചെല്ല്. അതാ ചോദിച്ചാ വീട്ടിലോട്ട് ആലോചനയായിട്ട് വരട്ടെ. അല്ല ഒന്നൂടെ ഉളുപ്പുണ്ടോ തനിക്ക്? പണ്ട് തന്നോടുള്ള പ്രേമമൂതി ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് അയച്ചല്ലേ, അന്ന് താൻ എന്താ ചെയ്തേ? മൂക്കട്ടം കുടിച്ച് എൻ്റെ അച്ഛൻ്റെ പല്ലിടിച്ച് തെറിപ്പിച്ച്, പല്ലെടുക്കാൻ ചെന്ന കൊച്ചനെ പാമ്പ് കടിച്ച്. ഒരു ദിവസം അടുക്കളയിൽ കുക്കർ വിസിലടിക്കാൻ വെച്ച് ഞാൻ അമ്മയും ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുക്കർ വിസിലടിച്ചല്ല, അച്ഛൻ അമ്മയെ വിളിച്ചാന്ന്. പുഷ്പ നമ്മൾ തികച്ച് വിളിക്കാൻ പറ്റുന്നില്ല പാവത്തിന്. അയ്യോ അതെന്ത് പറ്റി? മുന്നത്തെ 6 പല്ല് അടിച്ച് തെറിപ്പിച്ചിട്ട് എങ്ങനെയാണ് പുഷ്പ എന്ന് വിളിക്കാൻ പറ്റുന്നത്? അച്ഛൻ്റെ ഈ വിസിലടി കാരണം അപ്പുറത്തെ പറമ്പിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന ചേട്ടന്മാർ പോലീസാന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി. എന്നിട്ട് ഒരാളെ നടു ഉളുക്കി. 9ാം വാർഡിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊന്നും 6ാം വാർഡുകാരൻ അറിയണ്ടല്ലോ. 6ാം വാർഡ് അറിഞ്ഞ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നില്ല, പുറകെ കിടന്ന് ശല്യപ്പെടുത്താനും വന്നില്ല. കോട്ടിത്തറ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി പെണ്ണിന്. പിടിക്ക്, അടുത്ത ആഴ്ച കല്യാണോ? ഇതും പായാണല്ലോ. പ്രതീക്ഷ കൊള്ളാം. ഹാപ്പി വെഡിങ്. ഹാപ്പി വെഡിങ് അത് മര്യാദയ്ക്ക് ഒന്ന് വായിച്ചു നോക്ക്. പ്രകാശം കെട്ടാൻ പോവാ? എന്തേ? അല്ല, പ്രകാശം കെട്ടുമ്പോ പ്രകാശ് നേട്ടൻ എന്താ കെട്ടാത്ത? ഒരു 6 സെറ്റ് പല്ല് റെഡിയാക്കിയിട്ട് കെട്ടാ. എന്തേ? ആലോചിക്കാം.